ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്രിസ്മസ് സ്പെഷ്യൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സ്പൈസിയും ടേസ്റ്റി ആയിട്ടുള്ള മട്ടൻ കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് വീഡിയോയിലൂടെ കണ്ടാലോ. അപ്പോൾ മട്ടൻ കറി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ എല്ലോട് കൂടിയിട്ടുള്ള മട്ടനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നന്നായി ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. ഒരു 4-5 വട്ടമെങ്കിലും നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കണം. ഇതിൻ്റെ ചോരക്കറയൊക്കെ മാറുന്നവരെ നന്നായി ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ മട്ടൻ നന്നായി കഴുകി ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ വെള്ളം ഊറുന്നവരെ മാറ്റി വെച്ച് നന്നായി വെള്ളം ഊറുന്ന ശേഷം നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി, 1 ടീസ്പൂൺ വെളുത്തുള്ളി പൊടിയായി അരിഞ്ഞത് അതും കൂടെ ചേർക്കാം. ഇനി 1/4 കപ്പ് ചെറിയുള്ളി പൊടിയായി അരിഞ്ഞത് അതും കൂടെ ചേർക്കാം. ഇനി 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മട്ടൺ മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി പട്ട, ഗ്രാമ്പൂ, ഏലക്ക, കാറാമ്പൂ അതെല്ലാം കൂടിയിട്ട് 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് കറിവേപ്പില. ഇനി ഇതിലേക്ക് ഞാൻ 1 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട്. മട്ടൻ നല്ല മൂപ്പുള്ള മട്ടൻ ആയതുകൊണ്ട് നല്ല വേവുണ്ടാവും. അതുകൊണ്ട് ഞാൻ 1 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇനി 1 ടീസ്പൂൺ ഉപ്പ്. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് കൈകൊണ്ട് നന്നായി തിരുമ്മി കുഴഞ്ഞെടുക്കണം. ഇതിൽ കഷ്ണങ്ങളിലൊക്കെ ഈ എരിവൊക്കെ നന്നായി പിടിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ആറിയ ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ കഷ്ണങ്ങളൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഞാൻ ആദ്യം ഒരു 4 വിസിലടിച്ച് നോക്കിയപ്പോൾ കഷ്ണം വെന്തിട്ടില്ല. അപ്പോൾ ഒന്നുകൂടെ ഞാൻ കുക്ക് ചെയ്തെടുത്തു. അപ്പോൾ മൊത്തം 7 വിസിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഇത് മട്ടൻ നല്ല മൂപ്പുള്ള മട്ടനാണ്. അപ്പോൾ അതുകൊണ്ട് 7 വിസിലടിച്ചിട്ടുണ്ട്. അപ്പോൾ കഷ്ണങ്ങളൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുക്ക് ചെയ്യാൻ തുടങ്ങാം. ഒരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് അതൊന്ന് ചൂടാകുമ്പോൾ 1/2 കപ്പ് ചെറിയുള്ളി പൊടിയായി അരിഞ്ഞത്, ഇനി 2 സവോള പൊടിയായി അരിഞ്ഞത് അതും കൂടി ചേർക്കാം. ഈ ചെറിയുള്ളി നല്ല ടേസ്റ്റാണ് മട്ടൻ കറിക്ക്, അതുകൊണ്ടാണ് ചെറിയുള്ളി ചേർക്കുന്നത് കൂടുതൽ. ഞാനിവിടെ 1 കപ്പ് ചെറിയുള്ളി ചേർക്കുന്നുണ്ട്. ഇനി 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. ഉള്ളി നന്നായി ഒന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് അതും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി 2 പച്ചമുളക് പൊടിയായി അരിഞ്ഞത് അതും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് 4 ടീസ്പൂൺ അതും കൂടി ചേർത്തിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി 2 തക്കാളി, നല്ല പഴുത്ത തക്കാളിയാണ്, ഇത് പൊടിയായി അരിഞ്ഞത് അതും കൂടി ചേർക്കാം. ഈ ഉള്ളിയും തക്കാളിയും ചെറിയുള്ളിയൊക്കെ നന്നായി ഒന്ന് ഉടഞ്ഞു വരണം. ഒരു ഗ്രേവി പരുവായി വരുന്നവരെ ഒരു തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് മസാല ചേർക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, ഗരം മസാല 1 ടീസ്പൂൺ അതും കൂടി ചേർത്തിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് മട്ടൺ മസാല 2 ടീസ്പൂൺ, ഇതും കൂടെ എണ്ണയിലൊന്ന് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഓരോ മസാല ചേർക്കുമ്പോഴും അത് എണ്ണയിലൊന്ന് പച്ചമണം മാറുന്നവരെ വഴറ്റിയെടുക്കണം. ഇനി കുരുമുളക് പൊടി
അതും കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഈ മസാലകൾ ചേർക്കുമ്പോൾ തീ കുറച്ച് വെക്കണം, അടി പിടിക്കാൻ പാടില്ല, അതുകൊണ്ടാണ്. എല്ലാവിടെയും ചേർത്ത് ഇളക്കി കൊടുക്കണം. ഈ മൊത്തം അടി പിടിച്ച് പോയി കഴിഞ്ഞാൽ ഈ മസാലയുടെ ടേസ്റ്റൊക്കെ മാറിപ്പോവും. ഇനി നമുക്ക് വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ മട്ടൻ്റെ വെള്ളം, അതൊരു കപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇത് തക്കാളി ഉള്ളിയൊക്കെ നന്നായി ഉടഞ്ഞ് കിട്ടി നല്ല പേസ്റ്റ് പോലെ നന്നായി വെന്ത് വരാൻ വേണ്ടിയിട്ടാണ് ഈ മട്ടൻ്റെ വെള്ളം ഒഴിച്ച് ഇത് ഗ്രേവി പരുവാക്കിയെന്ന് വരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ നല്ല ഗ്രേവി ആവുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള മട്ടൻ ഇതിലേക്ക് ചേർക്കാം. മട്ടൻ നല്ല വേവുള്ളത് കൊണ്ട് ഞാനൊരു 7 വിസിൽ അടിച്ചിട്ടുണ്ട്. നിങ്ങൾ മട്ടൻ്റെ വേവ് നോക്കിയിട്ട് വിസിൽ വെച്ചാൽ മതി കേട്ടോ. മട്ടൻ വേവില്ലെങ്കിൽ ഒരു 4 വിസിലൊക്കെ മതി. ഇനി ഇത് തീ ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇതിൻ്റെ ഈ ഗ്രേവി ചാറൊക്കെ ഒന്ന് വറ്റി വരുന്നവരെ ഇതിൽ മസാലകളൊക്കെ പിടിച്ച് വരണം. എല്ലാവിടെയും ഒന്ന് ചേർത്ത് ഇളക്കി കൊടുക്കണം. ഇനി 1 ടീസ്പൂൺ കൂടെ ഗരം മസാല ചേർക്കുന്നുണ്ട്. മസാലകളൊക്കെ നിങ്ങൾ നോക്കിയിട്ട് ചേർക്കണം. കുരുമുളക് പൊടി 1 ടീസ്പൂൺ, പെരിഞ്ജീരകം വറുത്ത് പൊടിച്ചതാണ് കേട്ടോ, അതൊരു ടീസ്പൂൺ, മട്ടൺ മസാല 1 ടീസ്പൂൺ, കുറച്ച് മല്ലിത്തഴ പൊടിയായിരിഞ്ഞത് അതും കൂടെ ചേർത്തിട്ട് എല്ലാവിടെയും ഒന്ന് ചേർത്ത് ഇളക്കണം. ഈ മസാലകളൊക്കെ അതിൻ്റെ പാകം നോക്കിയിട്ട് കുറേശ്ശെയായിട്ട് ചേർത്തി കൊടുക്കണം. അതുപോലെ തന്നെ ഇത് ഓരോ മസാല ചേർക്കുമ്പോഴും എണ്ണയിലിട്ട് ഒന്ന് അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റും നല്ല രുചിയും കിട്ടുന്നത്. അതുപോലെ തന്നെ നല്ല എന്താ പറയുക ഒരു ബ്രൗൺ കളറിലോട് കൂടിയിട്ടുള്ള ഈ ഒരു മട്ടൻ കറിയാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. ഇനി ഉപ്പിൻ്റെ കുറവുണ്ട്, അപ്പോൾ 1 ടീസ്പൂൺ കൂടെ ഉപ്പിടുന്നുണ്ട്. കണ്ട ചാറൊക്കെ നന്നായി കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മട്ടൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള അതുണ്ട് നല്ല കളറ് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ മസാലകൾ നല്ല എണ്ണയിലിട്ട് മൂപ്പിച്ചെടുക്കുമ്പോഴാണ് ഇതുപോലെ നല്ല കടും ബ്രൗൺ കളറായി വരുന്നത്. അപ്പോൾ നമ്മുടെ ടേസ്റ്റിയും സ്പൈസി ആയിട്ടുള്ള മട്ടൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഉറപ്പായി ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് കാണാൻ നിങ്ങൾ ശാരദ കുസൈൻ ഫോളോ ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ആ തൊട്ടടുത്തിരിക്കുന്ന ബെൽ ബട്ടൺ കൂടെ ഒന്ന് അമർത്തണേ. അപ്പോൾ എല്ലാവരും ക്രിസ്മസ് അടിച്ച് പൊളിക്കുക. അപ്പോൾ ഒരിക്കൽ കൂടെ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. ടാറ്റാ ബൈ.